ഹലോ വെരി ഗുഡ് മോർണിംഗ് ഫ്രം നേപ്പാൾ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. മൊത്തം ഫ്രോസണ്. ഇതിൽ ഇന്നലെ വെള്ളം വന്നുകൊണ്ടുണ്ടായതാണ്. ആ പൈപ്പിൽ അത് ഐസ് പുറന്തള്ളിയിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം നോക്കിയാൽ ഒരു തുള്ളി വെള്ളമില്ല, എല്ലാം ഐസ്. പിന്നെ ഇതിലെ വെള്ളം ഒഴുകിയിട്ട് പോകുന്നുണ്ടായിരുന്നു, അതെല്ലാം ഫ്രോസൺ ആയിട്ടുണ്ട്. നല്ല കാര്യമായ തണുപ്പട്ടാ. എനിക്ക് ഇന്നലെ AMS അടിച്ചോന്നൊരു ഡൗട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ AMSൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചുകൊണ്ടുണ്ട് എന്ന്. അതിൽ എനിക്ക് ഹെഡേക്ക് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ആങ്സൈറ്റി ലെവൽ കുറച്ച് കൂടുതലാണ് കളിച്ചുകൊണ്ടുണ്ടായത്. ഇപ്പോൾ ഇത് കഥയെന്നറിയില്ല. ഞാനിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാനിലാണെന്നുള്ളത്. ഇനി പോകേണ്ടത് 900 മീറ്റേഴ്സിലേക്കാണ്. മീൻസ് അങ്ങനെ ഡയറക്റ്റ് കയറാൻ പാടില്ല. 300-300ലാണ് ശരിക്കും പറഞ്ഞാൽ മല കയറേണ്ടത്. ഞാനിപ്പോൾ 900 ഒറ്റയ്ക്ക് കയറിയാൽ ചിലപ്പോൾ കാർന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നോക്കട്ടെ എന്ത് കഥയെന്ന്. ആദ്യം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് വേണ്ട, എന്തായാലും പോയോക്കാം എന്ത് കഥയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ആക്കിയത് നമ്മളെ വെജ് ഫ്രൈഡ് റൈസ് 650 നേപ്പാളി റുപ്പി. ഇന്നലെ ഞാൻ ദാൽ ബാത്ത് പറഞ്ഞ സാധനം, ഈ ചോറും പരിപ്പരയിലുള്ള സാധനമില്ല, അതിന് എനിക്ക് 800 നേപ്പാളി റുപ്യേന്. പിന്നെ റൂമിന് 200, പിന്നെ ചായക്ക് 150. അത്യാവശ്യം ഇത്ര ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പൈസ ഒന്നും ആയിട്ടാ. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എത്ര പെട്ടെന്ന് ഇവിടുന്ന് വിടാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വിട്ടാലോ എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാനാകുമ്പോൾ കാണാം. ഇപ്പോൾ സമയം നേർന്ന് 10 ആയിട്ടാ. ഞാൻ നല്ല ഇറങ്ങി അവിടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് അവിടെ പോകാൻ പാടില്ല, അവിടെ റെസ്റ്റ് എടുക്കേണ്ടതാണ്. റെസ്റ്റ് എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മലയിൽ കുറച്ച് ഹൈറ്റിൽ കയറിയിട്ട് താഴെ വന്ന് വീണ്ടും ഇവിടെ തന്നെ ഉറങ്ങണം. ഈ AMS അടിച്ചെങ്കിൽ മുന്നോട്ട് പോകുന്ന റിസ്ക്കാണ്. പിന്നെ ഇവിടെ നിന്നെങ്കിൽ ഇവിടെ നായിപ്പോന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത്. അതും 1000 മീറ്ററിലേക്ക് ഞാൻ കയറിയിട്ട് പോകുന്നുള്ളത്. ഇപ്പം ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല, വലിയ മണ്ടത്തരാണ്. മുന്നോട്ട് പോയിട്ട് എൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം എന്ത് കഥയെന്ന്. ഒരു ദിവസം നമുക്ക് 300 അല്ലെങ്കിൽ 500 മീറ്റർ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അലോഡില്ല. നമ്മളെ ശരീരത്തിന് എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് വേണമെങ്കിൽ പറയാം. 500 മീറ്ററിൽ കൂടുതൽ കയറുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഈ AMSും വെച്ചിട്ട് 1000 മീറ്ററിലേക്കാണ് കയറാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ കണ്ടാലും അറിയാം, ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം എന്താ പറയുക, എന്താണ് സംസാരിക്കുന്നതെന്ന് ഒരു വകതിരിവില്ലാത്ത പോലെ ഒക്കെ ഫീൽ ആകുന്നുണ്ട്. പിന്നെ എന്തല്ലോ തലവേദന ഫീൽ ആകുന്നുണ്ട്. അത് ഈ AMSൻ്റെ സിംറ്റംസാണ്. എന്തായാലും മുന്നോട്ട് പോയാൽ എന്ത് കഥയെന്ന്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 12:30 കേട്ടോ. ഇതുവരെ എനിക്ക് കവറാക്കാൻ പറ്റിയത് 2.7 കിലോമീറ്റർ. ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ്. ഈ കാണുന്ന വില്ലേജല്ലേ, ഇവിടുന്ന് ഞാൻ ഒരു കുപ്പി വെള്ളവും ഒരു സ്നിക്കേഴ്സും വാങ്ങിച്ചിട്ട് അവിടെ തന്നെ കഴിച്ച്. സ്നിക്കേഴ്സിന് 250 നേപ്പാളി റുപ്യേന്, വെള്ളത്തിന് 200 നേപ്പാളി റുപ്യേന്. മുകളിലോട്ട് പോകുന്നതോറും ഇതിനേക്കാളും വില കൂടും. എന്തായാലും അത് നിർബന്ധമായിരുന്നു എനിക്ക്. വെള്ളം നിർബന്ധം. എന്താ വെച്ചെങ്കിൽ എത്ര കണ്ട് AMS നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അത്ര കണ്ട് രക്ഷപ്പെടാം ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട്. പിന്നെ ഭക്ഷണം കഴിയുന്നതും കഴിച്ചുകൊണ്ട് നിൽക്കണം എന്നാണ്. എന്താ പറയുക, എനിക്കിപ്പോൾ എന്താ പറയുക ഒന്നും തിരിയുന്നില്ല, എന്താണ് സംസാരിക്കേണ്ടത് ഒന്നും അറിയുന്നില്ല. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ ഒന്നാമത് ഈ തലനല്ലോണം പിടിക്കുന്നുണ്ട്, തണുത്ത കാറ്റും തന്നെ. ഈ ഹൈപ്പോതെർമിയ അടിച്ചാൽ പിന്നെ നോക്കണ്ട. ഹൈപ്പോതെർമിയ നമ്മളെ ബോഡി ടെമ്പറേച്ചർ കുറയുന്ന ഒരു സിറ്റുവേഷനാണ്. അതും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലമില്ല, ഇവിടുന്ന് കുറച്ചപ്പുറം പോയാലാണ് ഞാൻ ഇന്നലെ നിന്ന സ്ഥലം. വലിയ ദൂരമൊന്നും ഞാൻ കവറാക്കിയിട്ടാണ്. മൊത്തം കാറ്റും ഇനിയും അങ്ങോട്ടേക്ക് കാറ്റുമാണ്. എന്തായാലും ഈ ബിസ്ക്കറ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് നല്ല അങ്ങോട്ടേക്ക് വിടണം. 4.7 കിലോമീറ്റർ ഇനിയുണ്ട് കേട്ടോ. ഫേഡി എന്ന് പറഞ്ഞ സ്ഥലം അതുള്ളത് 4900 മീറ്ററിലാണ്. 4900 തോന്നുന്നു. 4900 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മീറ്ററായി. പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എന്താ പറയുക, പ്രാർത്ഥിച്ചുകൊണ്ട് പോകാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നുള്ളത്. ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു 20 മിനിറ്റ് അരമണിക്കൂറിൻ്റെ അടുത്തായി ഉറങ്ങുന്നത്. എന്താ പറയുക, മെയിൻ കാരണം ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടോ, ഇതിങ്ങനെ കയറിയിട്ട് അങ്ങ് പോകണം. ആ പോകുന്നത് കാണുമ്പോൾ കിളി പാറിപ്പോയി. ഒന്നാമത് എനിക്ക് ഈ AMSൻ്റെ ഇതിൽ എനിക്ക് നല്ല വലിയ തല ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതുകൂടാതെ നല്ല ഉറക്കം വന്നതിന് ശരിക്കും ഉറങ്ങാൻ പാടില്ല ഇങ്ങനത്തെ സ്ഥലത്ത്. ഞാൻ ഉറങ്ങി വരുന്നിടത്ത് വെച്ച് കാണാറ് വെച്ച് ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത്. എൻ്റെ ഇതിലെ കുതിരേൻ്റെ ആൾക്കാർ പോകുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് അടിച്ചാണ്. എന്തായാലും ഇന്ന് 3.2 കിലോമീറ്റർ ഉണ്ടാവും ഇന്ന് ഫേഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. അത് വെച്ച് പിടിച്ചെത്തും തോന്നുന്നു. മെല്ലെ പോയാലും ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. ഇപ്പം എന്ന് പറയുന്നത് 2:30 അടുത്തായി തോന്നുന്നു സമയം. ഇത് നോക്കിയാൽ വെള്ളമെല്ലാം ഐസായിട്ട്, വെള്ളം വരുന്ന മലയില്ല അതെല്ലാം ഫുൾ ഐസായിട്ടുണ്ട് താഴോളം.
ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:15 കേട്ടോ. ഞാൻ ഇതുവരെ കവറാക്കിയത് 6.9 കിലോമീറ്റർ കവറാക്കി. ഫേഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അധികം റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, ഒരു 4-5 മാക്സിമം പോയി കഴിഞ്ഞെങ്കിൽ. പിന്നെ എനിക്കിപ്പോൾ തന്ന റൂമില്ല, ഈ റൂം ഫ്രീ ആണ് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ ഞാൻ രാത്രിയും രാവിലെയും ഭക്ഷണം കഴിച്ചെങ്കിൽ എനിക്ക് ഈ റൂം ഫ്രീ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എന്താ സീനുള്ളത്, രാത്രി രാവിലെ എന്തായാലും കഴിക്കണമല്ലോ. അങ്ങനെ ഈ റൂം ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് പൈസ ഒന്നും കൊടുക്കട്ടെ എന്നിട്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഒന്നും തിരിയുന്നില്ല കേട്ടോ. എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്കാണ്. ഞാൻ വരുന്ന വഴിക്കില്ല, അപ്പോൾ ഒന്ന് തിരിയുന്നുണ്ടായിട്ട് ഞാനിങ്ങനെ വീഴാനാകുന്നുണ്ട്, ഇങ്ങനെ തല കറങ്ങുന്നുണ്ട്. എന്തല്ലോ ഇപ്പോൾ അടക്കം അങ്ങനെയാണെന്നുള്ളത്. അത് എനിക്ക് തോന്നി ഈ ഹൈപ്പോതേമിയൻ്റെ കാരണം കൊണ്ടായിരിക്കാം. മേ ബി ശരീരത്തിന് തണുപ്പ് അടിച്ചുകൊണ്ട്. എന്തായാലും ഞാൻ കഴിയുന്നത്ര ഒന്ന് സെറ്റായിട്ടിരിക്കട്ടെ. ഇവിടെ ഇതാണ് ഡൈനിങ് ഹാള്. അവിടെ കുറച്ച് തീ കഴിയുന്നുണ്ട് ആൾക്കാർ. അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നെങ്കിലും ഒന്ന് സെറ്റാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ലോണം ഭക്ഷണം കഴിക്കണം. അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കും അത് ഇതെല്ലാം എന്താ പറയല്, ഒന്നും പ്ലാനല്ല. ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.